നമ്മൾ പഴയ കാലത്ത് നമ്മളെ വടക്കം പാട്ടുകളുണ്ടല്ലോ, വടക്കം പാട്ടുകളിൽ അങ്കക്കളരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ കളരിയുടെ അടുത്താണ് നമ്മളെ ഈ കണ്ണൂർ ജില്ല, അതിൻ്റെ അടുത്താണ്. അന്നത്തെ തലശ്ശേരി എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലമാണല്ലോ. അന്നത്തെ ചേകവന്മാരുണ്ട്. ചേകവന്മാരെന്ന് പറയുന്ന ഈഴവന്മാരുമായിട്ട് സാമ്യമാണ് ചേകവന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ചേകവന്മാരെന്ന് പോരാടുന്ന പോരാളികളാണ്. ഈ പോരാളികളെന്ന് പറയുന്നത് തമ്പുരാക്കന്മാർക്ക് വേണ്ടി പോരാടി ജീവിതം കൊടുക്കുന്ന അന്നത്തെ പോരാളികൾ. ആ പോരാളികളുടെ പാരമ്പര്യമെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇവിടെ പരസ്പരം കൊല്ലുന്ന ഏർപ്പാടുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളത് സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം കായ ബലമല്ല, ആയുധ ബലമല്ല. ആ പരിഹാരമെന്ന് പറയുന്നത് രാഷ്ട്രീയം കൊണ്ട് നേരിടണം. അല്ലാതെ രാഷ്ട്രീയം ആയുധം കൊണ്ട് നേരിടാൻ ആരും പോകരുത്. നമുക്കിവിടെ എത്ര കുടുംബങ്ങളാണ് കണ്ണീരിൽ, എത്ര കുടുംബങ്ങളുടെ സ്ഥിതിയാണ്. ഇപ്പോൾ ഒരു CPM പ്രവർത്തകനുണ്ട്, ഇപ്പവും എഴുന്നേൽക്കാതെ കിടക്കുന്നൊരു പ്രവർത്തകനുണ്ട് ഇപ്പോൾ. അങ്ങനെ എത്ര പേര്, എന്തിൻ്റെ പേരിലേത്? ഇത് രാഷ്ട്രീയ വിജയം ഉണ്ടോ? അത് നിങ്ങൾക്ക് അങ്ങനെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതാണോ? അല്ല. നമ്മളിപ്പം പൊതുവെ എനിക്ക് തോന്നുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പഠനം, പുനർപഠനം ഇനിയും വേണമെന്നാണ് തോന്നുന്നത്. ആ പുനർപഠനം നമ്മളെ പഴയകാല ചരിത്രത്തെ ചേർത്തുകൊണ്ടാവണം. നമ്മൾ നടത്തുന്ന പാർട്ടി ക്ലാസ്സുകളില്ലേ, ആ ക്ലാസ്സുകളിൽ നിന്ന് മാറിയിട്ട് ഒരു പുനർപഠനം വേണം. ആ പുനർപഠനം ചരിത്രവുമായി ചേർത്തുകൊണ്ട് വേണം പുനർപഠനം. നമ്മളെ പഴയകാല അനുഭവം. ഞാനിപ്പോൾ പറയാം, മലബാറിൽ പഴയകാലത്ത് വടക്കേ മലബാറാണല്ലോ പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ട വീര്യത്തിൻ്റെ കേന്ദ്രം. വടക്കേ മലബാർ, അതിൻ്റെ തൊട്ടാണ് കയ്യൂരും വരുന്നത്. കയ്യൂർ, കരിവള്ളൂർ, കാവുമ്പായി, മുനിയംകുന്ന്, ഒഞ്ചിയം, ഇതൊക്കെ അങ്ങനെയായിരുന്നു. അതെന്തിനു വേണ്ടിയാണ് പോരാടിയവർ? അവരെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയതാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ജന്മിത്വം അത്ര ശക്തന്മാരാണ്. കൂടാളി യശമാനൻ, കരക്കാട്ടുടെ നായനാർ, വേങ്ങയിൽ നായനാന്മാർ, ഇതൊക്കെ പ്രമാണിമാരാണ്. അവിടെ കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ളൊരു സംഭവമുണ്ട്, എവിടെയില്ല. അന്ന് ജമ്മിക്ക് സ്വന്തമായി കഴുമരമുണ്ടായിരുന്നു. ഓടത്ത് പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കടലിൻ്റെ അടിയായ പുഴയില്ലേ, ആ പുഴയുടെ തീരത്ത് ഒരു മരമുണ്ടായിരുന്നു, ചെരിഞ്ഞ് നിൽക്കുന്ന വൻമരം. ആ മരത്തിന് ഒരു കൊല കയറുണ്ടായിരുന്നു മരത്തിന്. എന്ന് പറഞ്ഞാൽ ജമ്മി ശിക്ഷിക്കും. ആരാ? അടുത്ത പണിക്കാരനാണ്. അവനെ കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്ന ആരാച്ചാറാരാ? അവൻ്റെ കൂടെ തന്നെ പണിയെടുക്കുന്ന കോരൻ, അവനെ ആരാച്ചാറ്. ഇത്ര ക്രൂരവും ഹീനവുമായൊരു കാലമായിരുന്നു അന്ന്. ആ കാലത്താണ് അന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ വന്ന്. ആ ചെറുപ്പക്കാരുടെ കഥയാണ് ആ കഥ. ഇവിടുത്തതല്ല, അവിടുത്തെയും തമ്മിലുള്ള വ്യത്യാസം അതാ. ഇവിടെ ദിവാൻ ഭരണത്തിൻ്റെ കാലം, ദിവാൻ ഭരണത്തിനെതിരായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങളും. അവിടെ അതല്ല. അവിടെ നീതിക്ക് വേണ്ടി ജന്മിമാരെ ജോലിക്കാരാണല്ലോ കൃഷിക്കാരെല്ലാം, അവരെല്ലാം നെല്ല് അവിടെ കൊണ്ട് കൊടുക്കും. ആ നെല്ല് കുത്തി അയ്യാക്കി ജമ്പീൻ്റെ പത്തായത്തിലാണ് ഇവനിരുന്ന് പട്ടിണി കിടക്കണം. ആ നെല്ലെടുപ്പ് സമരം നടത്തി അതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ എത്ര സമരങ്ങൾ. ആ സമരങ്ങളിലും ജന്മിമാർക്കെതിരായിട്ടാണ്. ഇവിടെ എന്താ? ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരേ വർഗം തമ്മിലാണ് വെട്ടിമരിക്കുന്നത്. വർഗം തമ്മിൽ വെട്ടിമരിക്കുക, വർഗശത്രുവല്ല. രാഷ്ട്രീയം മാറിയാൽ എങ്ങനെ വർഗശത്രുവാവുക? ഈ വ്യത്യാസമാണ് ഇപ്പോഴുള്ളത്. അത് മാറ്റാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാം തന്നെ ബാധ്യതയുണ്ട്. അത് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് എടുക്കണം. ആ ടാസ്ക്കായിട്ട് എടുക്കുമ്പം നമ്മൾ കുറച്ച് പഠിപ്പിക്കണം എല്ലാവരെയും. ഇപ്പം പാർട്ടി ക്ലാസ്സുകൾ മിക്കവാറും ഇല്ല. പാർട്ടി ക്ലാസ്സുകൾ മിക്കവാറും നാമാവിശേഷമാണ്. ആ പാർട്ടി ക്ലാസ്സുകൾ പുനർസംഘടിപ്പിക്കണം. അങ്ങനെ കൂടുതൽ പാർട്ടി വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരണം. ഈ പാർട്ടി ക്ലാസ്സിന് അഭാവം എല്ലാവരുടെയും ഉണ്ട്. ഞാനിപ്പോൾ ചോദിക്കുക, നമ്മുടെ പ്രസ്ഥാനത്തിനെല്ലാം കൂടി കേരളത്തിൽ എത്ര വോട്ട് കിട്ടണ്ട? എത്ര വോട്ട് കിട്ടിയേ? നമ്മുടെ പാർട്ടി കാർഡുള്ളൊരു സഖാവിന് പാർട്ടി വിരുദ്ധമായ ഒരാശയത്തിന് വോട്ട് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അങ്ങനെ ഒരിക്കലും കഴിയില്ല, ആത്മാർത്ഥമായൊരു പാർട്ടി കാർഡുള്ള ഒരു സഖാവാണെങ്കിൽ. പക്ഷെ ഇവിടെയോ നിസ്സാരമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തിരിച്ച് വോട്ട് ചെയ്യും, അതിന് പറയുകയും ചെയ്യും
ഞാൻ വോട്ട് ചെയ്തതിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്, നിങ്ങളുടെ നടപടിക്കെതിരായിട്ടാണ്. നിങ്ങളുടെ നടപടിക്കെതിരായി വോട്ട് ചെയ്യാൻ പാർട്ടി കമ്മിറ്റിയുടെ നടപടിക്കെതിരായുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? അപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യണം. പാർട്ടി നേരെയാവേണ്ട കാര്യങ്ങൾ നേരെയാവണം. പാർട്ടി തകർന്നാൽ, ഈ പ്രസ്ഥാനം തകർന്നാൽ, ലെഫ്റ്റ് കേരളത്തിൽ തകർന്നാൽ എന്താ സ്ഥിതി? ബംഗാളിലും ത്രിപുരയിലും നമ്മളെ കൺമുമ്പിൽ പോയില്ലേ? കേരളത്തിലും ഈ ഇടതുപക്ഷ പ്രസ്ഥാനം തകർന്നാൽ എന്താ സ്ഥിതി? ഇല്ല, ചോദ്യം ചെയ്യാൻ ആളില്ലാതെ വരും. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടല്ലോ, നമ്മളെ കേരളത്തിലെ പ്രമുഖനായ ഒരു MP-യുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ കൂടോത്രം കഴിച്ചു എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ വീണ്ടും വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കുക. ആ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ ബാബയുടെ ആ തെങ്ങി മരണം ഇപ്പം കണ്ടത്, വിശ്വാസികൾ പോയത്. അങ്ങനെ വരുമ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റുകാർക്ക്, പ്രത്യേകിച്ച് ലെഫ്റ്റിന്, പ്രത്യേകിച്ച് നാടിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എല്ലാം ഒരു വേദി ഒരുങ്ങി വരുന്നുണ്ട്. ആ വേദി നമുക്ക് നമ്മളതായി നമുക്ക് മുന്നോട്ട് പോകാനാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.